മറ്റെല്ലാ പാരാമിലിറ്ററി ഫോഴ്സസിനും വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ചാനലാണ് എഡ്യു ഡിഫൻസ്. നിങ്ങൾ ആദ്യമായി ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് താഴെ കാണുന്ന ആ ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പിന്നെ കഴിഞ്ഞ മാത്സിന്റെ 10 ചോദ്യങ്ങൾക്ക് ശേഷമുള്ള 10 സെറ്റ് ഓഫ് മാത്സിന്റെ ചോദ്യങ്ങളും ആ ചോദ്യങ്ങൾ പെട്ടെന്ന് സോൾവ് ചെയ്യാനുള്ള ട്രിക്സിലേക്കുമാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഒന്നാമത്തെ ചോദ്യം HCF കണ്ടുപിടിക്കാനാണ് അല്ലെ, ഹയസ്റ്റ് കോമൺ ഫാക്ടർ കണ്ടുപിടിക്കാനാണ്. 3 സംഖ്യകൾ തന്നിട്ടുണ്ട്. ഏതൊക്കെയാ? 144, 180, 192. ഇതിന്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ കണ്ടെത്താൻ ആണ് ചോദിച്ചത്. എന്താണ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ? ഈ 3നെയും ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്നാണ് ചോദിക്കുന്നത്. നോക്കുക, 3 നമ്പറിനെ കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യണം. 3 നമ്പറിനെ കോമൺ ആയിട്ട് നമുക്ക് നോക്കാം. 144, 180, 192 ഇവയെ 3നെയും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്ന സംഖ്യകൾ ഏതാണ് നമുക്ക് നോക്കാം. ഒന്ന് 2 വെച്ച് പറ്റും അല്ലെ, ഇതിന് 3നെ കോമൺ ആയിട്ട് പറ്റും. ഏതൊക്കെയാ? 7, 2, 72. ഒന്ന് 90, 90, പിന്നെ 18, 12, 96. പിന്നെയും 3നെയും 2 വെച്ച് പറ്റും അല്ലെ, പിന്നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 36, 45, 48. ഇനിയും 2 കൊണ്ട് പറ്റുമോ? പറ്റത്തില്ല. 45നെ 2 കൊണ്ട് പോകത്തില്ല. പക്ഷെ 3നെ കൂടെ പോകുന്ന മറ്റൊരു സംഖ്യ കാണും അല്ലെ, അത് 3 ആണ്. നമുക്ക് 36, 45, 48 3 കൊണ്ട് പോകും അല്ലെ, 12 കൊണ്ട് പോവും, 15 കൊണ്ട് പോവും, 16 കൊണ്ട് പോവും. ഇനി 3 ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ 12നെ 3 കൊണ്ട് പറ്റും, 15നെ 3 കൊണ്ട് പറ്റും, പക്ഷെ 16നെ 3 കൊണ്ട് പറ്റില്ല. അല്ലെങ്കിൽ 12നെ 2 കൊണ്ട് പറ്റും, 16നെ 2 കൊണ്ടും പറ്റും, പക്ഷെ 15നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ഈ കിടക്കുന്ന 3 സംഖ്യകൾ ഇൻറ്റു ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നതാണ് അതിന്റെ HCF. 2 × 2 × 3 എത്രയാണ്? 4 × 12, 4 × 3 12. 12 ആണ് HCF ആയിട്ട് വരുന്നത്. ഓക്കെ ആണ്. അപ്പൊ രണ്ടാമത്തെ ചോദ്യം ട്രയാങ്കിളുമായി ബന്ധപ്പെട്ടാണ്, ത്രികോണവുമായി ബന്ധപ്പെട്ടത്. നമുക്ക് തന്നിരിക്കുന്നത് ഒരു ത്രികോണം, അതായത് ട്രയാങ്കിൾ ABC എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിളിന്റെ A എന്ന് പറഞ്ഞ ആംഗിൾ 30ഉം B എന്ന് പറയുന്ന ആംഗിൾ 90ഉമാണ്. എന്നാൽ C എന്ന ആംഗിൾ എത്ര ആണെന്ന് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഒരു ട്രയാങ്കിളിന്റെ മൊത്തത്തിലുള്ള ആംഗിൾസിന്റെ തുക അല്ലെങ്കിൽ കൂട്ടി എഴുതുമ്പോൾ എത്ര ആണ് കിട്ടുന്നത് വെച്ചാൽ 180 ആണ്. 180 ഡിഗ്രിയാണ് ഒരു ട്രയാങ്കിളിന്റെ മൊത്തത്തിലുള്ള ആംഗിൾ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് തന്നിരിക്കുന്നത് 90ഉം 30ഉം തന്നിട്ടുണ്ട്. അപ്പൊ 90ഉം 30ഉം കൂടെ കൂട്ടുമ്പോൾ 120 ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. ബാക്കി ഇനി എത്രയും കൂടെ വരണം 180ന്റെ അകത്ത്? അത് മൈനസ് ചെയ്ത് നോക്കിയാൽ 180ൽ നിന്നും 120 മൈനസ് ചെയ്യാം, 60 ഡിഗ്രിയാണ് വരുന്നത്. 60 ഡിഗ്രി. അപ്പൊ 60 ഡിഗ്രിയാണ് ഉത്തരമായി വരുന്നത്. മൂന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. 2 സംഖ്യകൾ എയോ ബിയോ ഏതെങ്കിലും 2 സംഖ്യകളുടെ തുക അല്ലെങ്കിൽ അഡീഷൻ ചെയ്തത് 22 ആണ്. അതിന്റെ പ്രോഡക്റ്റ് അതായത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ 2 സംഖ്യകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 40 ആണ്. എന്നാൽ അതിന്റെ റെസിപ്രോക്കൽസിന്റെ തുക എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റെസിപ്രോക്കൽസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം 2ന്റെ റെസിപ്രോക്കൽ എത്രയാണെന്ന് വെച്ചാൽ അതിന്റെ മണ്ടയിൽ 1 ഇട്ട് കൊടുക്കുക, ഹാഫ് ആണ് റെസിപ്രോക്കൽ. 3ന്റെ റെസിപ്രോക്കൽ എത്രയാണെന്ന് വെച്ചാൽ 3ന്റെ മുകളിൽ 1 ഇട്ട് കൊടുക്കുക, അതാണ് റെസിപ്രോക്കൽ. അതിന് വിൽക്രമം തിരിച്ചെഴുതുക. എന്നാൽ 2/3യുടെ റെസിപ്രോക്കൽ എത്രയാണെന്ന് വെച്ചാൽ 3 മേളിൽ വരുന്നു, 2 താഴെ പോകുന്നു, അതാണ് റെസിപ്രോക്കൽ. അത്രയാണ്. ഇവിടുത്തെ റെസിപ്രോക്കൽ എയും ബിയും ആണ്. അപ്പൊ എയുടെ റെസിപ്രോക്കൽ എത്ര? 1/a പ്ലസ് 1/b എത്ര ആണെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങളിലേക്ക് ഉത്തരം എങ്ങനെയാണ് കണ്ടെത്തുന്നത്? നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ b × 1 b ആണ്, പ്ലസ് a × 1 a ആണ്, ഡിവൈഡഡ് ബൈ a × b ആണ്. ഇങ്ങനെയാണ് എഴുതുന്നത്. അപ്പൊ ഇനി നമുക്ക് എളുപ്പമാണ്. b + a നമുക്ക് തന്നിട്ടുണ്ട്. എന്താ? a + b തന്നെയല്ലേ b + a. അത് 22 ആണ്. 22 എഴുതുക. താഴെ a × b എത്ര? a
എ ഇൻറ്റു ബി തന്നിരിക്കുന്നത് 40 ആണ്. 40 അങ്ങോട്ട് എഴുതുക, വെട്ടിക്കളയുക. നോക്കുക, വെട്ടിക്കളയുമ്പോൾ 11/20 വരും ഉത്തരം. 11/20. അടുത്ത ഏത് പരീക്ഷകൾക്കും സ്ഥിരമായി ചോദിക്കുന്ന HCF LCM മെത്തേഡിന്റെ അകത്തുള്ള ഒരു ചോദ്യമാണ്. തന്നിരിക്കുന്നത് രണ്ട് സംഖ്യകളുടെ HCF, അതായത് ഹയസ്റ്റ് കോമൺ ഫാക്ടർ തന്നിരിക്കുകയാണ് 33. ആ രണ്ട് സംഖ്യകളുടെയും LCM തന്നിരിക്കുകയാണ് 2376. ഒരു നമ്പർ, അതിൽ ഏതെങ്കിലും ഒരു സംഖ്യ 297 ആണെങ്കിൽ മറ്റേ സംഖ്യ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്ന ചോദ്യങ്ങൾക്ക് ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ. ഏതെങ്കിലും രണ്ട് സംഖ്യകളുടെ കാര്യമാണ് ചോദിക്കുന്നത്. എപ്പോഴും അങ്ങനെ ചോദിക്കുന്നത്, അതേ ചോദിക്കത്തുള്ളൂ. നോക്കുക, LCM ഓഫ് ദാറ്റ് നമ്പർ ഓഫ് നമ്പേഴ്സ്, ആ രണ്ട് നമ്പേഴ്സിന്റെ LCM ഇൻറ്റു HCF എന്ന് പറയുന്നത് ആ രണ്ട് നമ്പേഴ്സിന്റെയും പ്രോഡക്റ്റ് ആയിരിക്കും. അപ്പോ LCM, ഈ രണ്ട് നമ്പറിന്റെയും LCM ഇൻറ്റു HCF ഈക്വൽ ടു ആ രണ്ട് നമ്പേഴ്സിന്റെയും പ്രോഡക്റ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇക്വേഷനിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാവുക. LCM എത്ര? 2376 ഇൻറ്റു HCF എത്ര? 33 ഈക്വൽ ടു എ എത്ര? ഏതെങ്കിലും ഒരു സംഖ്യ നമുക്ക് തന്നിട്ടുണ്ട് 297. അപ്പൊ 297 അവിടെ ഇട്ട് കൊടുക്കുക. മറ്റേ സംഖ്യ അതുപോലെ ബി എന്ന് എഴുതുക. ബി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ബി അവിടെ ഇടുക. ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഇവിടെ വരുമ്പോൾ ഡിവിഷൻ ആവും. അപ്പൊ നമുക്ക് നേരെ 297 താഴോട്ട് അങ്ങ് എഴുതാം. അവിടെ നിന്ന് വായിച്ചു കളയാം. കണ്ടുപിടിക്കുമ്പോ വെട്ടിക്കളഞ്ഞാൽ മതി. 72 ആണ് ഉത്തരമായി വരുന്നത്. 72 വെട്ടിക്കളയുമ്പോൾ 72. അപ്പൊ ബി ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പർ 72 ആയിരിക്കും. നമുക്ക് അടുത്തത് ആവറേജിലെ സ്ഥിരമായി കാണുന്ന ഒരു ചോദ്യമാണ്. ആവറേജ്, മൂന്ന് നമ്പേഴ്സിന്റെ ആവറേജ് 12 ആണ്. ഏതോ മൂന്ന് നമ്പേഴ്സിന്റെ ആവറേജ് തന്നിരിക്കുന്നത് 12 ആണ്. ഈ മൂന്ന് നമ്പേഴ്സിന്റെ കൂടെ 3 എന്ന് പറയുന്ന സംഖ്യ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, ഇൻറ്റു ചെയ്യുമ്പോൾ, മൂന്ന് സംഖ്യയോടൊപ്പവും മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അതിന്റെ ആവറേജിൽ വരുന്ന വ്യത്യാസം എത്ര എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് എളുപ്പം, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ എളുപ്പം എഴുതാനുള്ള മാർഗം പറയാം. നമുക്ക് ഇത് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ, നമുക്ക് മൂന്ന് സംഖ്യ A പ്ലസ് B പ്ലസ് C, അറിയാലോ ആവറേജ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സംഖ്യകൾ, തന്നിരിക്കുന്ന സംഖ്യകളുടെ തുക ഡിവൈഡഡ് ബൈ എത്ര സംഖ്യ ഉണ്ടോ അത്ര സംഖ്യ. അപ്പൊ ഇവിടെ മൂന്ന് സംഖ്യകൾ എയും ബിയും സിയും ആണ്. അത് സം ചെയ്യുക, ഡിവൈഡ് ബൈ മൂന്ന് സംഖ്യകളുണ്ട്, ആ 3 താഴോട്ട് എഴുതുക. ഇങ്ങനെയാണ് ആവറേജ് കണ്ടുപിടിക്കുന്നത്. ആവറേജ് എത്ര തന്നിരിക്കുന്നത്? 12 ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഈ എയുടെ കൂടെയും ഇൻറ്റു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ബിയുടെ കൂടെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, സിയുടെ കൂടെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ ആവറേജ് എത്ര എന്നാണ് ചോദിക്കുന്നത്. നോക്കുക, തന്നിരിക്കുന്ന ഏത് സംഖ്യ ആവട്ടെ അതിന്റെ ആവറേജും തന്നിട്ടുണ്ട്. ഈ സംഖ്യയോടൊപ്പം പൊതുവായി എല്ലാത്തിനും എന്ത് ചെയ്താലും അത്രയും തന്നെ ആവറേജിലും വ്യത്യാസം വരുന്നുണ്ട്. നോക്കുക, ഇവിടെ ഓരോ സംഖ്യയോടൊപ്പം 3 ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോ ആവറേജിന്റെ കൂടെയും 3 മൾട്ടിപ്ലൈ ചെയ്യണം. ആവറേജ് എത്ര? 12. 12 ഇൻറ്റു 3 എത്ര? 6, 36. 36 ആയിരിക്കും ഉത്തരമായി വരുന്നത്. ഇനി നോക്കുക, ഈ 3 സംഖ്യയോടൊപ്പം 4 എന്ന സംഖ്യ അഡീഷൻ ചെയ്തു. 4 എന്ന് പറയുന്ന സംഖ്യ അഡീഷൻ ചെയ്തു. എല്ലാത്തിന്റെ കൂടെ 4 ആഡ് ചെയ്തു. എയുടെ കൂടെയും ബിയുടെ കൂടെയും സിയുടെ കൂടെയും ആഡ് ചെയ്തു. അപ്പോൾ ആവറേജിന് വരുന്ന വ്യത്യാസം, ആവറേജ് നേരത്തെ 12 ആയിരുന്നു, ആ 12ന്റെ കൂടെയും 4 ആഡ് ചെയ്യണം. 4 ആഡ് ചെയ്യുമ്പോൾ ആവറേജിന്റെയും വ്യത്യാസം വരും. അപ്പോൾ പൊതുവായി എല്ലാത്തിനും ഒരേപോലെ എന്ത് സംഖ്യയുടെ വ്യത്യാസം വന്നാലും ആ വ്യത്യാസം ആവറേജിലും കാണിക്കുന്നു. ഇതാണ് ഉത്തരമായി വരുന്നത്. അടുത്ത റേഷ്യോയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. കഴിഞ്ഞ ക്ലാസ്സിലും നമ്മൾ റേഷ്യോയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം പഠിച്ചു. അതേ മെത്തേഡ് തന്നെ നമ്മൾ ഇവിടോട്ട് എടുക്കുന്നു. അതേ മെത്തേഡ് തന്നെയാണ് എല്ലാ മെത്തേഡിലും നമ്മൾ യൂസ് ചെയ്യുന്നത്. നോക്കുക, തന്നിരിക്കുന്നത് ബോയ്സ് ഹിസ്റ്ററി, ഒരു സ്കൂളിലെ ബോയ്സിനെയും ഗേൾസിന്റെയും എമൗണ്ട് അല്ലെങ്കിൽ ഒരു കൗണ്ട് ഉണ്ട് അല്ലെ. ചിലപ്പോൾ ഒരു 500 ബോയ്സ് കാണും, ചിലപ്പോൾ ഒരു 550 ഗേൾസും കാണും അല്ലെ. അവരെ ഏറ്റവും ചുരുക്കമായിട്ട് എഴുതുന്ന രീതിയിലായിരിക്കും എഴുതി വെച്ചിരിക്കുന്നത്. 4:5 എന്ന റേഷ്യോയിലാണ് ഇവിടെ ബോയ്സും ഗേൾസും ഉള്ളത് ഒരു സ്കൂളിൽ. അപ്പോ അതിൽ തന്നിരിക്കുന്നത് ബോയ്സിന്റെ എണ്ണം തന്നിട്ടുണ്ട്. ബോയ്സിന്റെ എണ്ണം 200 ആണെന്ന് തന്നിട്ടുണ്ട്. ബോയ്സിന്റെ എണ്ണം 200 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. 200 ബോയ്സ് ഉണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതിനെയാണ് ഏറ്റവും ചുരുക്കമായിട്ട് 4 ആയിട്ട് എഴുതിയിരിക്കുന്നത് അല്ലെ. അപ്പോ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ടോട്ടൽ സ്റ്റുഡൻസ് മൊത്തത്തിൽ ഗേൾസും ബോയ്സും കൂടെ എത്ര പേരുണ്ട് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് സിമ്പിൾ മെത്തേഡ് തന്നെ മതി, നിങ്ങൾ സ്ഥിരമായി ചെയ്യുന്ന മെത്തേഡ് വേണ്ട. അപ്പൊ നമുക്ക് സിമ്പിൾ മെത്തേഡ് നോക്കാം. റേഷ്യോ നമുക്ക് തന്നിരിക്കുന്നത് 4 ആണ്. അപ്പൊ നമുക്കറിയാം 4 ഇങ്ങനെ എടുക്കുക. 4 റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ട് 200 ആണ്.
200 ബോയ്സ് അല്ലേ, ഇവിടെ 200 അല്ലേ, ബോയ്സിന്റെ റേഷ്യോ 4 അല്ലേ. അപ്പൊ 4 റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 ആണ്. അതായത് ഒരു മാങ്ങയ്ക്ക് 10 രൂപയാണെങ്കിൽ 5 മാങ്ങയ്ക്ക് എത്രയാണെന്ന് ചോദിക്കുന്നതിന് കൂട്ട് തന്നെ 4 റേഷ്യോ 200 ആണ്. 4 റേഷ്യോ 200 ആണ്, സംശയമില്ല അല്ലെ. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള ടോട്ടൽ സ്റ്റുഡൻസ്, അതായത് ബോയ്സും ഗേൾസും കൂട്ടുന്നത് എത്ര ആണെന്ന്. രണ്ടുപേരും കൂടെ കൂടുമ്പോ എത്ര, 4ഉം 5ഉം കൂടുമ്പോ എത്ര, 9 ആണ് അല്ലെ. 9 എത്ര ആണെന്നാണ് കണ്ടുപിടിക്കുന്നത്. അതായത് ഒരു മാങ്ങയ്ക്ക് 10 രൂപയാണെങ്കിൽ 5 മാങ്ങയ്ക്ക് എത്ര ആണെന്ന് ചോദിക്കുന്നതിന് കൂട്ട് തന്നെ 4 റേഷ്യോയ്ക്ക് 200, ആ 9 റേഷ്യോ എത്ര ആണെന്നാണ് കണ്ടുപിടിക്കുന്നത്. ഇങ്ങനെ എഴുതുമ്പോൾ തന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റണം. നോക്കുക, 2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാനുള്ളത് മുകളിൽ എഴുതുക. 2 ഇവിടെ 2 ഇല്ലല്ലോ, അപ്പൊ ഇവിടെ മാത്രമല്ലേ ഉള്ളൂ 2. 2 സംഖ്യകൾ നോക്കുക. 9 × 200 മുകളിൽ എഴുതുക. ഒറ്റ എണ്ണം മാത്രമായിട്ടിരിക്കുന്ന സാധനം താഴോട്ട് അങ്ങോട്ട് എഴുതുക, വെട്ടിക്കളയുക. വെട്ടിക്കളയുമ്പോ എങ്ങനെയാ വെട്ടിക്കള? 5 50 450 ആണ് മൊത്തത്തിലുള്ള സ്റ്റുഡൻസിന്റെ എണ്ണം. മൊത്തത്തിലുള്ള സ്റ്റുഡൻസ് എത്രയാണെന്ന് വെച്ചാൽ 450. ഇനി നമുക്ക് ചുമ്മാ ചോദിക്കുക, ഞാനൊന്ന് ചോദിക്കുക, ഇവിടെ കണ്ടുപിടിക്കാൻ തന്നേക്കുന്ന ടോട്ടൽ സ്റ്റുഡൻസ് ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. ഇനി ഗേൾസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലോ, ഗേൾസിന്റെ എമൗണ്ട് എത്ര, ഇത്രയും തന്നിട്ടേ ഉള്ളൂ. ടോട്ടൽ സ്റ്റുഡൻസിന് വരെ നമ്പർ ഓഫ് ഗേൾസ് കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ 4 റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി 5 റേഷ്യോ എത്ര ആണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ഗേൾസിന്റെ റേഷ്യോ 5 ആണ്. 5 റേഷ്യോ എത്ര ആണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 5 റേഷ്യോ എത്ര, അതും ഇതുപോലെ തന്നെ ഇൻഡു ചെയ്യുക. 200 × 5 ഡിവൈഡ് ബൈ 4 വെട്ടിക്കളയുക. 50 250 ഗേൾസ് ആണ് ആ സ്കൂളിൽ പഠിക്കുന്നത്. വളരെ സിമ്പിൾ അല്ലേ. നമുക്ക് ഇനിയും ഏജുമായിട്ട് ബന്ധപ്പെട്ട, വയസ്സുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. നമുക്ക് തന്നിരിക്കുന്നത് ഒരാളുടെ പ്രസന്റ് ഏജിൽ നിന്നും 30 വർഷം കഴിയുമ്പോൾ, അതായത് ഇപ്പം വയസ്സ് 2 ആണെങ്കിൽ 30 വർഷം കഴിയുമ്പോൾ ഈ 2ന്റെ 3 മടങ്ങായിരിക്കും 30 വർഷം കഴിയുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഇപ്പോഴത്തെ ഏജ് നമുക്ക് അറിയത്തില്ല. ഇപ്പോഴത്തെ ഏജ് നമുക്ക് എക്സ് ആണെന്ന് കൊടുക്കാം. എക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ഏജ് 30 വർഷം കഴിയുമ്പോൾ എത്ര വയസ്സായിരിക്കും? ഇന്ന് 2 വയസ്സുള്ള ഒരാൾക്ക് 10 വർഷം കഴിയുമ്പോൾ എത്ര വയസ്സായിരിക്കും? 10ഉം 2ഉം 12 വയസ്സായിരിക്കും അല്ലെ. അപ്പൊ എക്സ് എന്ന് പറഞ്ഞ ഒരു ഏജ് 30 വർഷം കഴിയുമ്പോൾ എക്സ് പ്ലസ് 30 ആവും. സംശയമില്ലല്ലോ. ഇപ്പോഴത്തെ വയസ്സ് എക്സ് ആണ്. 30 വർഷം കഴിയുമ്പോൾ 30 വയസ്സും കൂടെ കൂടുവാനായിട്ട് അല്ലെ, എക്സ് പ്ലസ് 30 ആവും. അപ്പോ തന്നിരിക്കുന്നത് അത് 3 മടങ്ങാണ്. ഇതിന്റെ 3 മടങ്ങാണ്. ഇന്നത്തെ ഏജിന്റെ 3 മടങ്ങായിരിക്കും 30 വർഷം കഴിയുമ്പോൾ അയാളുടെ വയസ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ അതൊന്നും തന്നെ ഇക്വേഷൻ ഇട്ടൂടെ. ഇന്നത്തെ വയസ്സിന്റെ 3 ഇരട്ടിയാണ് എക്സ് പ്ലസ് 30 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈക്വൽ ടു ഇട്ട് കൊടുക്കുക, ഇത് ഇരട്ടിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാം. എക്സിനെ എല്ലാം ഒരു സ്ഥലത്തോട്ട് കൊണ്ടുപോകാം. 3x അതുപോലെ എഴുതി. എക്സ് ഇവിടെ പ്ലസ് എക്സ് ആണ്, ഇപ്പുറത്ത് വരുമ്പോ മൈനസ് എക്സ് ആവുന്നു. ഈക്വൽ ടു അത് അതുപോലെ എഴുതുന്നു, 30 ആണ്. ഇവിടെ എന്താ 3x മൈനസ് എക്സ് 2x ആണ് അല്ലെ. 2x എന്ന് പറഞ്ഞാൽ 30 ആണ്. അപ്പോൾ എക്സ് എത്ര? എക്സ് അവിടെ ഇടുക. ഇവിടെ ഇൻഡു കിടക്കുന്ന 2 അപ്പുറത്ത് പോകുമ്പോൾ ഡിവൈഡഡ് ആവും. 30/2 ആവും. 15 ആണ് എക്സ്. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോഴത്തെ വയസ്സിന്റെ എക്സ്. ഇപ്പോഴത്തെ വയസ്സ് എക്സ് ആണ്, 15 ആണ്. ഇനി ഇതും എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റുന്ന റേഷ്യോ മെത്തേഡിൽ തന്നെയാണ്. അതും എളുപ്പം കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഏതാ എളുപ്പം എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടുപിടിക്കുക. നോക്കുക, ഇന്നത്തെ ഏജ് ഞാൻ 1 വയസ്സാന്നിരിക്കുന്നത്, അല്ലെങ്കിൽ റേഷ്യോയിലാക്കുക. ഇന്ന് 1 ആണെങ്കിൽ 30 വർഷം കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ വയസ്സ് എത്ര മടങ്ങ്, അല്ലെങ്കിൽ എത്ര മടങ്ങാന്നാ പറഞ്ഞിരിക്കുന്നത്? 3 മടങ്ങാവുകയെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് 1 ആണെങ്കിൽ 30 വർഷം കഴിയുമ്പോൾ അയാളുടെ വയസ്സ് 3 മടങ്ങാവും. ഇന്നത്തെ വയസ്സിന് 3 മടങ്ങാവും എന്നാ പറഞ്ഞത്. അതിന് 2നെ റേഷ്യോയിലോട്ട് ആക്കി 1:3 എന്നാക്കി ആണല്ലോ. അപ്പൊ ഇവരുടെ തമ്മിലുള്ള വയസ്സിന്റെ വ്യത്യാസം, ഇന്നത്തെ വയസ്സ് കഴിഞ്ഞാൽ 30 വർഷം കഴിയുമ്പോഴല്ലോ. അപ്പൊ ഇവര് തമ്മിലുള്ള വയസ്സിന്റെ വ്യത്യാസം 30 വയസ്സല്ലേ. 30 വയസ്സിന്റെ വ്യത്യാസം അല്ലേ, 30 വർഷത്തിന്റെ വ്യത്യാസം, അതായത് 30 വയസ്സിന്റെ വ്യത്യാസം ഇന്നത്തെ ഏജും അന്നത്തെ ഏജും തമ്മിൽ. നോക്ക, ഈ റേഷ്യോയുടെ വ്യത്യാസം എത്ര? ഈ റേഷ്യോയുടെ വ്യത്യാസം 3ഉം 1ഉം. ഈ 3ന്റെ 1ന്റെ വ്യത്യാസം 3 മൈനസ് 1 എത്ര? 2 ആണ് അല്ലേ. റേഷ്യോയുടെ വ്യത്യാസം 2 ആണ്. ആ 2 എത്ര നമുക്കറിയാം? 30 ആണെന്നറിയാം. അപ്പൊ 2 റേഷ്യോ എന്ന് പറഞ്ഞാൽ 30 ആണ്. നമ്മളെടുത്ത് വെച്ചേക്കുന്നത് ഒരു റേഷ്യോയാ, ഒറ്റ റേഷ്യോ. ഒറ്റ റേഷ്യോ എന്ന് പറഞ്ഞാൽ ആ സംഖ്യ തന്നെ അല്ലെ. ഒറ്റ റേഷ്യോ കണ്ടുപിടിക്കുന്ന, ഒറ്റ റേഷ്യോ കണ്ടുപിടിക്കാൻ എങ്ങനെയാ? നോക്ക, 2 ഉള്ളത് മേളിൽ എഴുതുക. 30 × 1 ഡിവൈഡ് ബൈ ഒറ്റ ഉള്ളത് താഴോട്ട് എഴുതുക. 2 എത്ര? 15 ആണ്. ഇങ്ങനെയും കണ്ടുപിടിക്കാം.
നോക്കുക, അടുത്തത് സിംപ്ലിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അതിൽ ഫ്രാക്ഷൻസും വരുന്നുണ്ട്, ഡെസിമലും വരുന്നുണ്ട്. ചോദ്യം ഇങ്ങനെയാണ്: 45 ഡിവൈഡഡ് ബൈ 0.0009. അതിന്റെ സിംപ്ലിഫൈ ചെയ്തിട്ട് എന്താണ് ഉത്തരം? ഇങ്ങനെ വരുന്നൊരു ചോദ്യം ഉണ്ടെങ്കിൽ പോയിന്റിന്റെ സ്ഥാനം നമ്മൾ മാറ്റിയേ പറ്റൂ. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് പോയിന്റ് ഉണ്ടെങ്കിൽ ആ പോയിന്റിനെ മാറ്റിയാലേ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് പോയിന്റിനെ മാറ്റുന്നത് നോക്കാം. പോയിന്റ് 1നെ പോയിന്റ് മാറ്റാൻ എന്ത് ചെയ്യണം? 1ന്റെ തൊട്ടിപ്പുറത്ത് ഒരെണ്ണം ഇങ്ങോട്ട് മാറ്റിയിട്ടാണ് പോയിന്റ് 1 എഴുതിയിരിക്കുന്നത്. അപ്പൊ അങ്ങോട്ട് മാറ്റാൻ വേണ്ടി ഇൻറ്റു ഒരു പൂജ്യമുള്ള സാധനം, അതായത് 10 ആണ്. 10-ന്റെ ഒരു പൂജ്യം ഉള്ളത്, ഇൻറ്റു 10 അങ്ങോട്ട് ചെയ്യണം. ഇൻറ്റു 10 ചെയ്യുമ്പോൾ ഈ പോയിന്റ് അപ്പുറത്തോട്ടാവും, അത് 1 ആയിട്ട് മാറും. ഇനി പോയിന്റ് 001നെ പോയിന്റ് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇവിടെ മൂന്ന് പോയിന്റുകളുണ്ട് അല്ലെ? പോയിന്റിന് ശേഷം 3 സംഖ്യകളുണ്ട് അല്ലെ? 3 സംഖ്യകളാകുമ്പോൾ 3 പൂജ്യമുള്ളത് ഏതാ? 1000 ആണ്. 1000 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 1000 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ഏതാ? ഇൻറ്റു 1000 ആണ് ചെയ്യുമ്പോൾ അവിടെ 1 ആവും. ഇനി പോയിന്റ് 0002 ആണ് വരുന്നതെങ്കിൽ ഇവിടെ എത്ര പോയിന്റ് ഉണ്ട്? പോയിന്റിന് ശേഷം 1 2 3 4 പോയിന്റുകളുണ്ട്. ഈ 4 പോയിന്റുകളെ മാറ്റാൻ വേണ്ടി 4 പൂജ്യമുള്ള ഏതാ സംഖ്യ? 1 2 3 4 10000 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 10000 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര ആവും? 2 ആയി മാറും. ഇവിടെ പോയിന്റിന് ശേഷം എത്ര സംഖ്യകളുണ്ട്? 1 2 3 4 അല്ലെ? ഇതാണ് പോയിന്റ്. അപ്പൊ 4 പോയിന്റ് ആണ് മാറുന്നത്. അപ്പൊ 4 പൂജ്യമുള്ള സംഖ്യ ഏതാണ്? 10000 ആണ്. 10000 നോക്കുക, 4 പൂജ്യം ഇല്ലേ? 4 പൂജ്യം. ഇതിനെ കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ, താഴെ ഇൻറ്റു ചെയ്യുമ്പോൾ ഇവിടുത്തെ പോയിന്റ് അങ്ങ് മാറും. ഈ പോയിന്റ് മാറുമ്പോൾ 9 ആവും. അപ്പൊ ഇവിടെ നമ്മൾ താഴെ 10000 കൊണ്ട് ഇൻറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ മുകളിലും 10000 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പൊ ഇവിടെ സംഖ്യ സിംപ്ലിഫൈ ചെയ്ത് എഴുതി നമുക്ക്. അപ്പൊ താഴെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇതിന്റെ പോയിന്റ് മാറി 9 ആകും അല്ലെ? ഇൻറ്റു 10000 ചെയ്യുമ്പോൾ 9 ആകും. അതിനെ ഓക്കെ ആക്കി. മേളില് 45 ഇൻറ്റു 10000 എത്ര ആവും? 4,50,000 ആവും. 1 2 3 4 ആണല്ലോ. 45നെ 9നെ വെട്ടിക്കളഞ്ഞൂടെ? എത്ര? 5ന്റെ മൾട്ടിപ്പിൾ അല്ലേ? 9 45. അപ്പൊ 5 എഴുതി. അപ്പൊ ഉത്തരം എത്ര? 50,000 ആണ് ഉത്തരമായി വരുന്നത്. 50,000 ആണ് ഉത്തരമായി വരുന്നത്. അടുത്ത ഇൻട്രസ്റ്റ്, പലിശയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. വളരെ ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. നോക്കാം, ഒരു സംഖ്യ ഒരു ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ 8 വർഷം കൊണ്ട് അത് ഡബിൾ ആവുമെന്നിരിക്കട്ടെ. ഒരു സംഖ്യ ഒരു ബാങ്കിൽ 8 വർഷത്തോളം ഇട്ടു. ആ സംഖ്യ അതിന്റെ ഡബിൾ ആയി. ഇപ്പൊ 2000 ഇട്ടെങ്കിൽ അത് 4000 ആയെങ്കിൽ അതിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്ര എന്നാണ് ചോദിക്കുന്നത്. അതിനൊരു കോമൺ ഒരു ഒറ്റ ഇക്വേഷനേ ഉള്ളൂ. ഏതൊരു വസ്തുവും ഏതൊരു പൈസയും ബാങ്കിലിട്ട് ഡബിൾ ആകണമെങ്കിൽ അതിന്റെ ഇക്വേഷൻ ഇത്ര ആണ്: 100 by n, 100 by n or 100 by r. ഒന്നുകിൽ 100 by n. എന്താ? നമ്പർ ഓഫ് ഇയേഴ്സ്, എത്ര വർഷമാണ് ഇട്ടതെന്ന് വെച്ചാൽ അതാണ് n എന്ന് പറഞ്ഞാൽ. ഇനി എത്ര റേറ്റിനാണ് ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് r. നമുക്ക് തന്നിരിക്കുന്നത് 8 വർഷമാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് അത് വെച്ച് ചെയ്ത് നോക്കാം. 8 വർഷമാണ് തന്നിരിക്കുന്നത്. അപ്പൊ 100 by n ആണ്. n അല്ലേ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ആ ഇക്വേഷൻ യൂസ് ചെയ്യണം. 100 by 8 ഇയേഴ്സ് ഇട്ടപ്പോഴാണ് അത് ഡബിൾ ആയത്. ഇനി അതിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ എങ്ങനെയാ? 100 by 8 ചെയ്തു വരുമ്പോ 12.5% ആണ് കിട്ടുന്നത്. 12.5% ആണ് 100 divided by 8 ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇനി നമുക്ക് തന്നിരിക്കുന്നത് 8% ഇരിക്കട്ടെ. 8 വർഷത്തിന് പകരം 8% ഒരു ബാങ്കിൽ ഒരു പൈസ ഇടുക. അത് എത്രയോ വർഷങ്ങൾ കൊണ്ട് ഒരു 2 മടങ്ങായി എന്നിരിക്കട്ടെ. അതിന്റെ നമ്പർ ഓഫ് ഇയേഴ്സ് കണ്ടുപിടിക്കാൻ ചോദിക്കുവാണെങ്കിൽ ഈ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. തന്നിരിക്കുന്നത് ഏതാണോ അതാണ് താഴെ വരുന്നത്. തന്നിരിക്കുന്ന നമ്പർ ഓഫ് ഇയേഴ്സ് ആണെങ്കിൽ നമ്പർ ഓഫ് ഇയേഴ്സ് താഴെ എഴുതുക. തന്നിരിക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ 100 by റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 8 ആണ്, അത് എഴുതുക. നമുക്ക് അടുത്ത ചോദ്യം വളരെ സിമ്പിൾ ചോദ്യമാണ്. ഒരു ഡസൻ ബനാന, അതായത് പഴം, അദ്ദേഹം 4 രൂപയ്ക്ക് വാങ്ങിച്ചെങ്കിൽ അദ്ദേഹം 18 ബനാനാസിനെ എത്ര രൂപയ്ക്കാണ് വാങ്ങിക്കുന്നത് എന്നാണ് ചോദ്യം. അത് മനസ്സിലാക്കാൻ വളരെ സിമ്പിൾ ചോദ്യമാണ്. ഒരു ഡസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആണ്? 12 ആണ്. ഒരു ഡസൻ ആണ് 4 രൂപയ്ക്ക് അദ്ദേഹം വാങ്ങിച്ചത്. ഒരു ഡസൻ എത്ര? 12 പീസസ് ആണ് ഒരു ഡസൻ. അപ്പൊ 12 ബനാനാസിനാണ് 4 രൂപയ്ക്ക് അദ്ദേഹം വാങ്ങിച്ചത്. 4 രൂപയ്ക്ക് വാങ്ങിച്ചത്. അപ്പൊ 18 ബനാനാസിന് എത്ര ആകും എന്നാണ് ചോദിച്ചത്. നോക്കുക, 12 ബനാനാസിന് 4 രൂപയാണ്. അപ്പൊ 18 ബനാനാസിന് എത്ര?
അപ്പൊ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ, 18 ബനാനാസിന്റെ പൈസ അല്ലെങ്കിൽ എത്ര രൂപ അദ്ദേഹം കൊടുക്കണം. അപ്പൊ 18നെ നമ്മൾ അങ്ങോട്ട് എഴുതുവാണെങ്കിൽ അതിന്റെ 12 ഉണ്ട് 6 ഉണ്ട്. 12 പ്ലസ് 6 അല്ലേ 18. 12 ബനാനാസിന്റെ പൈസ 4 രൂപയാണ്. അപ്പൊ 4 രൂപ അങ്ങോട്ട് എഴുതുക. ഇനി 6 ബനാനാസിന്റെ പൈസ കൂട്ടിയാൽ മതി. 12 ബനാനയ്ക്ക് 4 രൂപയാണെങ്കിൽ അതിന്റെ പാതി എല്ലോടെ 6 ബനാനയ്ക്ക് 4 അധികം 2 രൂപയാണ്. അതായത് 6 രൂപയാണ് അദ്ദേഹത്തിന് മൊത്തത്തിൽ ചെലവാകുക. അപ്പോ നമ്മൾ 10 ചോദ്യങ്ങൾ പഠിച്ചു. മാത്സിലെ വളരെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന 10 ചോദ്യങ്ങൾ പഠിച്ചു. അതിന്റെ മെത്തേഡ്, ഷോർട്ട് കട്ട് മെത്തേഡ് ആണ് നമ്മൾ പഠിച്ചത്. ഇതെല്ലാം നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാവുന്നതായിരിക്കും, പക്ഷെ മെത്തേഡ് വ്യത്യാസമായിരിക്കും. വളരെ എളുപ്പത്തിൽ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന മെത്തേഡുകളാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, നിങ്ങൾ ആദ്യമായി ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് താഴെ കാണുന്ന ആ ബെൽ ഐക്കൺ ഒന്ന് എനാബിൾ ചെയ്യുക. അവിടെ ഓൾ എന്ന ഓപ്ഷൻ ഉണ്ട്, ആ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ ഞാൻ ഇനിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ ബൈ. Thank you.